ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമുക്കിന്ന് ഓണ സ്പെഷ്യലായിട്ട് ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി നോക്കാം. ഇഞ്ചിക്കറി 100 കറിക്ക് സമാനമാണ് എന്നാണല്ലോ പറയാറ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി ഇഞ്ചിപ്പുളി പരീക്ഷിച്ച് നോക്കാം. സാധാരണ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇഞ്ചിപ്പുളിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 3 കഷ്ണം ഇഞ്ചി തോല് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നാടൻ ഇഞ്ചിയാണ് എടുക്കേണ്ടത്. കുറച്ച് വണ്ണത്തിൽ ഉള്ള ഇഞ്ചി വരുന്നുണ്ട്, അത് എടുക്കരുത്. നല്ല നാടൻ ഇഞ്ചി ആകുമ്പോഴാണ് നല്ല മണമൊക്കെ ഉണ്ടാവുകയുള്ളൂ, ഇഞ്ചിക്കറിക്ക് ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നാടൻ ഇഞ്ചി നോക്കിയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് 5-6 പച്ചമുളക് കൂടി ആവശ്യമുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ 3 അച്ച് ശർക്കര കൂടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. മധുരം അധികം വേണ്ട എന്നുണ്ടെങ്കിൽ അത്രയും എടുക്കണ്ട. ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് പുളി, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി, പഴംപുളിയാണ് എടുത്തിരിക്കുന്നത്. കലത്തിൽ ഉപ്പിട്ട് വയ്ക്കുന്ന പഴയ പുളിയാണ് എടുക്കുന്നത്. അതാണ് ഇഞ്ചിപ്പുളിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പുളി നല്ല പഴക്കമുള്ള ഉപ്പിട്ട് വെച്ച പുളിയാണിത്. അങ്ങനത്തെ പുളി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ടൈപ്പ് പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പുളി ഞാനിവിടെ വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ പുളിവെള്ളം ഇവിടെ നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൺചട്ടിയിൽ തന്നെയാണ് ഇതുണ്ടാക്കിയെടുക്കേണ്ടത്. വാളംപുളി ചേർക്കുന്നതുകൊണ്ട് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൺചട്ടി തന്നെ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാളംപുളി പിഴിഞ്ഞതും ശർക്കരയും കൂടിയിട്ട് ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മുളക് ചേർക്കുന്നത് കൊണ്ട് പൊടി കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതൊരു നന്നായിട്ട് തിളച്ച് വറ്റി ഒരു പകുതി വറ്റി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് മുളകും ഇഞ്ചിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വറ്റി വരണം, കുറുകി വരണം. അപ്പോഴാണ് ഇഞ്ചി, മുളക് എന്നിവയൊക്കെ ചേർക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകും നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും 1 കഷ്ണം കായവും എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് പൊടിച്ചെടുക്കണം. ഇത് വളരെ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. ഉലുവ അധികം ഇട്ട് കഴിഞ്ഞാൽ കയ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഒരു ഇഞ്ചി ഒരു പുളിയെറുമ്പിൻ്റെ നിറാവണം എന്നാണ് അതിൻ്റെ കണക്ക്. അതുവരെ നമ്മളിത് വഴറ്റിയിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ കുറുകി വരുന്ന പുളിയും ശർക്കരയും കൂടി നമ്മൾ വേവിച്ച് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒഴിച്ചാൽ മതി. ഈ കായം ഒന്ന്
വറുത്തെടുക്കാം. ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല, ആവശ്യത്തിന് മാത്രം പൊടിച്ച് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. കായം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി അതെടുത്തതിന് ശേഷം നമുക്കിനി ഈ ഉലുവ കൂടി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഉലുവ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, പൊട്ടി തുടങ്ങി. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കാം. കഴിവതും വറുക്കാനൊക്കെ ഇരുമ്പിൻ്റെ തവ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇരുമ്പിൻ്റെ തവ ഉപയോഗിക്കുന്നതാണ്. അതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ട് ഉള്ളത്. ഇനി നമുക്കിത് മാറ്റാം. അതിന് ശേഷം ഈ ഇഞ്ചിയും പച്ചമുളകും ഇതിലൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇഞ്ചി ഒരു പുളിയുറുമ്പിൻ്റെ കളറായിട്ട് വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വരിക. ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് വേണ്ടതാണ് ഒരു നല്ല പഴുത്ത തക്കാളി ചെറുതായി മുറിച്ചതും 1 കുടം വെളുത്തുള്ളി തോല് കളഞ്ഞെടുത്തതും. ഇത് രണ്ടാണ് സ്പെഷ്യലായിട്ട് ഈ ഇഞ്ചിപ്പുളിയുടെ ചേരുവ. അപ്പോൾ നമുക്ക് ഈ തക്കാളി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതെന്താന്ന് വിചാരിച്ചാൽ ഇത് വെന്തിട്ട് നന്നായി ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറി വറുത്തിടാം. ഇപ്പോൾ നല്ല കട്ടിയായി കുറുകി വന്നിട്ടുണ്ട്. ഇതേ തവയിലേക്ക് തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇഞ്ചിക്കറി വറവിടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് ഇട്ടുകൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ടുകൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി വേപ്പില ഇട്ടുകൊടുക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ടുകൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഈ വെളുത്തുള്ളി ഇപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഉലുവപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, ഉലുവ ആയതുകൊണ്ട് കുറച്ച് കയ്പുണ്ടാവും. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കറി വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയായി. ഇപ്പോൾ ഇഞ്ചിക്കറി റെഡിയായി, വറവിട്ടു. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഒരു വെറൈറ്റി ഇഞ്ചിപ്പുളിയാണ് ഇത്. ചെയ്തു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.